മുൻപത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് IPL പ്ലേ ഓഫ് റേസ് ഇത്തവണ നേരത്തെ തന്നെ അവസാനിച്ചപ്പോൾ നിലവിൽ ടോപ്പ് 2 ഫിനിഷിന് വേണ്ടിയാണ് 4 ടീമുകൾ പോരാട്ടം നടത്തുന്നത്. ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈക്ക് ഒരു ടോപ്പ് 2 ഫിനിഷ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഗുജറാത്ത്, RCB, പഞ്ചാബ് തുടങ്ങി 3-ൽ 2 ടീമുകൾ 18 പോയിന്റ് ക്രോസ് ചെയ്തില്ല എങ്കിൽ മാത്രമേ മുംബൈക്ക് 1-2 സ്ഥാനം ലഭിക്കൂ. അവരുടെ ലാസ്റ്റ് ഗെയിം പഞ്ചാബിനെതിരെയാണ് എന്നത് കാര്യങ്ങൾ കുറെ കൂടി ടൈറ്റ് ആക്കുന്നുണ്ട്. നിലവിൽ മുംബൈ എലിമിനേറ്റർ കളിക്കാൻ തന്നെയാണ് 90% സാധ്യതയുള്ളത്. പഞ്ചാബ്, RCB തുടങ്ങിയ 2 പേർക്കും ഇന്നലെ ഗുജറാത്ത് തോറ്റതോടെ ക്വാളിഫയർ 1 നേടിയെടുക്കാനുള്ള ചാൻസ് വന്നിട്ടുണ്ട്. ശേഷിക്കുന്ന 2-ൽ 2 മത്സരങ്ങൾ വിജയിച്ചാൽ 21 പോയിന്റ് വരെ ഈ 2 പേർക്കും എത്താൻ പറ്റും. RCBക്ക് ഹൈദരാബാദും ലക്നൌവും, പഞ്ചാബിന് മുംബൈയും ഡൽഹിയുമാണ് ഇനി എതിരാളികൾ. 2 പേരും ഓരോ കളി വെച്ച് ജയിച്ചാൽ തന്നെ റൺ റേറ്റ് അടിസ്ഥാനത്തിൽ ഇതിലൊരാൾക്ക് 2ാം സ്ഥാനം കിട്ടും. ശേഷിക്കുന്ന 2 മത്സരങ്ങളും ഇവർക്ക് നിർണായകമാണ്. അത് രണ്ടും തോറ്റാൽ മാത്രമേ മുംബൈക്ക് പോസിബിലിറ്റി വരൂ. സോ അതുകൊണ്ട് 80% ക്വാളിഫയർ 1 കളിക്കാനുള്ള സാധ്യത RCBക്കും പഞ്ചാബിനും ഇപ്പോൾ ഉണ്ട്. നിലവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തിന് മാക്സിമം ഇനി 20 പോയിന്റ് വരെ മാത്രമേ പോകാൻ പറ്റൂ. എന്നാൽ അവസാന മത്സരത്തിൽ ടൂർണമെന്റിൽ ഇതുവരെ ഏറ്റവും മോശമായി കളിച്ച ചെന്നൈയാണ് ഗുജറാത്തിന്റെ എതിരാളികൾ എന്നത് കാര്യങ്ങൾ ഇവർക്ക് കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റും. 20 പോയിന്റിലേക്ക് എത്തിയാൽ പിന്നെ RCB, പഞ്ചാബ് തുടങ്ങി ഏതെങ്കിലും ഒരു ടീം ഒരു കളി തോൽക്കേണ്ട ആവശ്യം മാത്രമേ ഇവർക്കുള്ളൂ. സോ ഒരു 90% ക്വാളിഫയർ 1 ഗുജറാത്തിന് കിട്ടിയേക്കും.